നല്ല അടിപൊളി ഒരു ബ്രെഡ് കേക്ക് ഉണ്ടാക്കാം. ഇത് കാണുന്നവർ എല്ലാവരും ലൈക്കും കമന്റും ചെയ്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതിനെ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് 1.5 കപ്പ് പാല്, 3/4 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ജാർ എടുത്ത് വെച്ചിട്ടേ ഈ ബ്രെഡുകളൊക്കെ ഇതിൽ പൊടിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടും കൂടി പൊടിച്ചെടുക്കാം കേട്ടോ. ഒക്കെ നമുക്കിങ്ങനെ പിച്ചിടാം. ഇത് നമുക്കിനി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ വേണം പൊടിയാൻ കേട്ടോ. കണ്ടില്ലേ? ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ ബ്രെഡ് പൊടിച്ചത് ഒരു 5 മിനിറ്റ് വറുത്തെടുക്കുക. കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഈ ബ്രെഡ് ഒന്ന് ഇതിൽ കൊട്ടിയിട്ട് വറുത്തെടുക്കാം കുറച്ച്. ഇത് ചെറിയ തീയിൽ വേണം വറുക്കണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇപ്പം ബ്രെഡിൻ്റെ വെള്ളം നനവൊക്കെ പോയിട്ടോ. ഇത് നമ്മൾ വറുക്കണത് ബ്രെഡിൻ്റെ വെള്ളം നനവ് പോവാനാണ്. അപ്പോൾ വെള്ളം നനവ് പോകുമ്പോഴത്തേക്ക് ഒരു ചെറുതായിട്ടൊന്ന് ഒരു മൊരിഞ്ഞതുപോലെ ആവും. അതേപോലെ എടുത്താൽ മതി കേട്ടോ. അത് ഇനി നമുക്ക് ഇത് മതിയായി. ഇനി നമുക്കിത് ഇറക്കാം. ഇനി ഇത് ഇറക്കി പാത്രത്തിലേക്ക് കൊട്ടാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കളറാക്കിയിട്ട് ഉരുക്കിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ വെച്ചത് ബ്രെഡ് വറുത്ത ചട്ടി തന്നെ വെച്ചത് കേട്ടോ. ഇനി നമുക്കിതിലൊരു 3/4 കപ്പ് പഞ്ചസാര കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് കളറായിട്ട് ഉരുകി വരട്ടെ. ഞാനിപ്പോൾ പഞ്ചസാര ഇതിലിട്ടിരുന്നത് ഒരു മീഡിയം ലെവലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ ഇച്ചിരി അധികം ഇടാൻ കുഴപ്പമില്ല. പഞ്ചസാര കളറായി വരണ്ടേ. ഒരു ഇച്ചിരി കൂടി കളറായി വരട്ടെ. ഒരു ചെറിയ ബ്രൗൺ കളറായി വരട്ടെ. ഇത് കളറിനും കൂടിയാണ് പഞ്ചസാര ഇങ്ങനെ ആക്കണത് കേട്ടോ. നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഇച്ചിരി കത്തിച്ച് വറ്റിച്ച് ഇതേപോലെ ആക്കിയെടുക്കേണ്ടി വരും. കുറച്ച് വെള്ളമാണ് ഒഴിക്കുകയാണെങ്കിൽ കാത്തിരിക്കേണ്ട, വേഗം കളറാവും. ഇത് കണ്ട കളറായി വരുന്നത്. പഞ്ചസാര എങ്ങനെ കളറായിട്ടുണ്ട്. നമുക്കിനി 1.5 കപ്പ് പാലാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് അലിയിച്ചിഞ്ഞെടുക്കാം. ചെറിയ തീ വെക്കാം. അപ്പം അലിഞ്ഞു വല്ലാതെ കിട്ടി കടയല്ല, അപ്പോൾ തെറിക്കുള്ളൂ, അലിയും. ഇതിപ്പോൾ നല്ല നമ്മൾ പാൽച്ചായയുടെ കളറായി. കണ്ടില്ലേ? പാല് തന്നെയാണ്. പാല് വെള്ളം നമ്മൾ ഒഴിക്കാതെ ഒഴിച്ചതാണ്. ഇപ്പം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് പാലും പഞ്ചസാരയും പാടെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറായി. കണ്ടില്ലേ? പാല് ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് വരണ്ട. നമുക്ക് ഈ പൊടിച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കൊക്കെ തുടച്ചിടട്ടെ. മുക്കാൽ കപ്പ് പാൽപ്പൊടി എടുത്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഒരു നുള്ളി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. കാട്ട്
ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിൽ ഏലക്കയുടെ മണമൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇറക്കി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ അങ്ങനത്തെ ഒരു ഷേപ്പിലെ പാത്രത്തിലേക്ക് ഒഴിച്ച് പരത്തിയെടുക്കുക. അതിൽ വേണ്ടത് ലേശം നെയ്യോ എണ്ണയോ അതിലിച്ചിരി പുരട്ടിയെടുക്കുക. നമുക്കതിലിച്ചിരി നെയ്യ് പുരട്ടിയെടുക്കാം. ഞാൻ ഇതിൽ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. പാത്രത്തിലേ ഇതിങ്ങനെ ഒട്ടാതിരിക്കാൻ ആ സ്പൂണിൻ്റെ ചോട്ടിൽ ലേശം നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യോ ഓയിലോ എന്ത് പുരട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ഉണ്ടേ ഈ പാത്രം നിറച്ച് സാധനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പകുതിയിലാക്കിയത് കേട്ടോ. അപ്പം നമുക്കൊരു ഷേപ്പും കിട്ടും. പാത്രം ഫുള്ളിലാക്കുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടില്ല. ലേശം നെയ്യ് ഞാൻ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് തടവി കൊടുത്തത്. ഇത് ഒരു 10-15 മിനിറ്റ് ചൂടാറാൻ വെക്കുകയാണ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ ഇരുന്ന് ചൂടാറിക്കോളും. നമ്മുടെ ബ്രെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല കട്ടിയായിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കിനി മുറിച്ചെടുക്കാം. ഇത് വലിപ്പം കൂടി പോയി. അപ്പോൾ നമുക്ക് 2 കഷ്ണമാക്കി എടുക്കാം കേട്ടോ. കണ്ട നമ്മൾ മുറിക്കുമ്പോൾ അത് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്കിനി ഇതിലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടേ ഓരോരു തേങ്ങ കൊത്തും കൂടി വെക്കാം. നമ്മുടെ ബ്രെഡ് കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പാലും പാൽപ്പൊടിയും ബ്രെഡും പാടെ കൂടിയപ്പോൾ ഭയങ്കര എന്തോ ഒരു കോപ്പി മുട്ടായിയുടെ ടേസ്റ്റാണ്. ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.